ഹലോ ഗായ്സ്, ലെറ്റ്സ് സീരീസിന്റെ 22ാമത്തെ എപ്പിസോഡ് എല്ലാവരും സാധാ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നും വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വില്ലേജിലാണ്. അതിന് മുമ്പേ നമ്മുടെ ആർബണ്ടോട് നമ്മുടെ ഡ്രിം ഒക്കെ ഒന്ന് ആഡ് ചെയ്യണം. നമ്മുടെ നെതറേറ്റ് ആയിട്ട് നമ്മൾ കുറെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ നമുക്ക് നമ്മുടെ ഡ്രിം ആഡ് ചെയ്യാൻ പോവാം. അപ്പൊ ഗൈസ്, നമ്മളിവിടെ കുറെ ഫാം നമ്മുടെ നെതർ ഹബ് ഇങ്ങനെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് നമ്മുടെ ഒരു ഫാം കൂടെ ആഡ് ചെയ്യാൻ ഒരു ബ്രോ പറഞ്ഞായിരുന്നു. അപ്പൊ കമന്റ് ബോക്സിൽ പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു ഫാം കൂടെ ആഡ് ചെയ്യണം, എൻഡർമാൻ ഫാം. അപ്പം അത് നമുക്ക് നല്ലൊരു എച്ച് ഫാം ആക്കി എടുക്കാനും പറ്റും. അപ്പൊ നമുക്ക് എൻഡർമാൻ ഫാമിനോട് ആഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ടോട്ടൽ ഫാം ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്ലൈം ഫാം ഉണ്ട്, പിന്നെ ഒരു ഗാർഡിയൻ ഫാമും ഉണ്ട്, പിന്നെ ഒരു എൻഡർമാൻ ഫാമും ഉണ്ട്. ഇതാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ഫാംസ്. അപ്പൊ ഗൈസ്, അതുപോലെ ഇനി എന്തെങ്കിലും ഫാം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഗൈസ്, നമുക്ക് വേണ്ട ഡ്രിം ഒക്കെ ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സ്മിത്തിങ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഡ്രിം. നമ്മുടെ കുറച്ച് ഡയമണ്ടിന്റെ ആവശ്യം വരും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ ഡയമണ്ട് ഇങ്ങനെ എടുത്തേക്കാം. നമ്മുടെ ഒരു സ്റ്റാക്കും 16 ഡയമണ്ട് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഡയമണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്നാ വേണം, ഗൂഗിൾ അവിടെ. അപ്പൊ ഗൈസ്, ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ നമുക്കിത് 5 വേണം. നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ കൈ കൊള്ളു വെക്കാം. അപ്പൊ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ സാധനം വേണം. ബ്ലാക്ക് സ്റ്റോണും പിന്നെ 7 ഡയമണ്ടും പിന്നെ നമ്മുടെ സ്മിത്തിങ് ടെംപ്ലേറ്റും. അത് നമുക്കൊരു 4 ഉണ്ടാക്കി കൈ വെച്ചേക്കാം. ഒരു 5 ഉണ്ടാക്കി വെക്കും ഗൈസ്. ഒരു 3 ഇനി 2 ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ ആർമറിനുള്ളതായി. നമുക്കിനി ഒരെണ്ണം ഉണ്ടാക്കാം. ഇപ്പൊ 5 ടോട്ടലി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമുക്ക് ഇവിടെ വെച്ചേക്കാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴേലും ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടി. അപ്പൊ അത് നമുക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡയമണ്ട് തിരിച്ചു വെച്ചിട്ട് അപ്പൊ ഗൈസ്, 4 ഡ്രം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അമത്തിസ്റ്റ് ഷാർഡ് എന്ന് പറഞ്ഞ സാധനം വെച്ചാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 4 എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് വെച്ച് തുടങ്ങാം. അപ്പൊ നമ്മുടെ ഡ്രം അതിന് നമ്മുടെ ഇപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ ഹെൽമെറ്റ്, ബൂട്ട്, ലെഗിൻസ് എല്ലാം ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് വെക്കാം, നമ്മുടെ ഡ്രിമ്മും വെക്കാം. നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് തന്നെ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഹെൽമെറ്റും റെഡി. ഇനി നമ്മുടെ ലെഗിൻസ് ഉണ്ടാക്കാം. ലെഗിൻസ് റെഡി. ഇനി നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ബൂട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ ഇത്ര ഹാൻഡ് സെറ്റ് ആയിട്ടുണ്ട്. നൈറ്റ് ആയി, ഞാൻ ഉറങ്ങട്ടെ. അപ്പൊ ഗൈസ്, ഞാൻ നിങ്ങളെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇടാം. ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. കൊള്ളാൻ തോന്നുന്നു. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഡിസൈൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഞാൻ ഒരെണ്ണം തിരഞ്ഞെടുത്ത് എന്റെ സ്വന്തം ഇത് ചെയ്തതാണ്. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ ഫാമിംഗ് ഏരിയയിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ബോൺബീര് ഫാം. അപ്പൊ ഇതിന് കുറച്ച് വ്യത്യാസം വരുത്തി ഞാൻ റീബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പൊ നോക്കുവാണെങ്കിൽ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ ഇത് വർക്ക് ആവുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ ഫുൾ ഒന്ന് പൊടിച്ച് മാറ്റി റീബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ റീബിൽഡ് ചെയ്യുന്നിടത്ത് ഇവിടെ ഓഫ് ക്യാമറ ഇരിക്കുന്നിടത്ത് കൂടെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഇവിടെ നിൽക്കും. പിന്നെ ഗൈസ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തന്നെ പിടിച്ച് വെച്ചിട്ടുണ്ട് വില്ലേജ് തന്നെ. നമുക്ക് ആവശ്യം വരെ നമുക്ക് റെയ്ഡ് വിളിക്കാം. അപ്പൊ ഗൈസ്, ഇന്ന് നമുക്ക് നമ്മുടെ നേരെ കസ്റ്റം വില്ലേജിലോട്ട് പോവാം. ഞാൻ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കിയ നമ്മുടെ വേറൊരു ബിൽഡ്. അപ്പം ഇത് നമ്മുടെ ആർമറിന്റെ ബിൽഡായിരുന്നു. ഇത് ഞാനൊന്ന് ഫുള്ള് കാണിച്ചു തരാം. ആ എപ്പിസോഡ് ഞാൻ ഒന്നുകൂടി നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്ത് നമ്മളിങ്ങനെ ഐറ്റം ഫ്രെയിം ഒക്കെ വെച്ചിട്ട് ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ആർമർ സ്റ്റാൻഡ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പിന്നെ ചുമ്മാ ഒരു സ്കാഫോർഡിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബെഡ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ ഹോഴ്സ് ആർമറും നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഏകദേശം ഇവിടെ ആയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഫിഷ് ഹണ്ടറിന്റെ